കണ്ണാലേ പറയുവതിവളൊരു മിന്നൽ സദാ തൊട്ടാലും വാടാതവളൊരു കനലിൻ തരി കണ്ണാലേ പറയുവതിവളൊരു മിന്നൽ സദാ തൊട്ടാലും വാടാതവളൊരു കനലിൻ തരി മേലെ വിണ്ണിൻ മേഘങ്ങൾ പോലും വിരലാൽ കോർത്തിടാൻ ലോകം ചുറ്റിയെത്തുന്ന മനസ്സാൽ സ്വർഗം തീർത്തിവൾ ശലഭമായി സ്വപ്നമോഹ തീരമൊന്നായി തേടുവാൻ ഒരുമയോടെ ഉയരിലൊന്നായിരു കരങ്ങൾ ചേർത്തവൾ ഉൾത്തൊടും ഉശിരുമായി വന്നിവൾ ആൺ പിറന്നോൾ ആൺ പിറന്നോൾ ആൺ പിറന്നോൾ ആൺ പിറന്നോൾ ആൺ പിറന്നോൾ ആൺ പിറന്നോൾ. ഒരു കാര്യം കൂടി തുറന്നു പറഞ്ഞ അങ്കിളിനൊന്നും തോന്നരുത്. അവരുടെ ഫ്രണ്ട്ഷിപ്പിനെ പലരും അങ്ങനൊരു രീതിയിൽ തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരി അപൂർവയാണ്. മാളവികയുടെ കാര്യത്തില് ആ കുട്ടി വളരെ പൊസസീവാണ്. കോളേജിൽ നിന്നും അപൂർവയെ മാത്രമാണ് സസ്പെൻഡ് ചെയ്തത്. പക്ഷെ അപൂർവ മാളവികയെയും ബലമായി ക്ലാസ്സിൽ നിന്ന് കൂട്ടിക്കൊണ്ടു പോവുക ചെയ്ത്. ഇതൊക്കെ കാണുമ്പോ മറ്റുള്ളവർ സംശയിച്ചു പോകുന്നതിൽ തെറ്റ് പറയാൻ പറ്റില്ലല്ലോ. കഴിയുമെങ്കിൽ അങ്കിൾ അപൂർവി എന്ന് പറഞ്ഞ് തിരുത്താൻ ശ്രമിക്കണം. ഇറ്റ്സ് മൈ റിക്വസ്റ്റ്. പോട്ടെങ്കിൽ എന്തായി? അയാളെ കണ്ടോ? ആ കണ്ടു. എന്നിട്ട് ആള് ജനുവിനാ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ലേശം ഓവർ കോൺഫിഡൻസ് ഉണ്ടോന്നൊരു ഡൗട്ട്. അത് പ്രായത്തിൻ്റെതാവും, കാര്യമാക്കാനില്ല. മുരളിയോട് പറഞ്ഞോ? എന്നെ വിളിച്ചിരുന്നു. ഞാൻ ഓക്കെ പറഞ്ഞപ്പോൾ ആള് ഭയങ്കര ഹാപ്പി. അല്ല, അപ്പു എവിടെ? റൂമിലുണ്ട്. തനിച്ചാണോ? അതെ. എന്താ? ഒന്നുമില്ല. വീപ്പി പോയതിനു ശേഷം റൂമിൽ തന്നെയായിരുന്നു. എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്. മാളുവിന് ഇങ്ങനെ ഒരു പ്രപ്പോസൽ വന്ന് അറിഞ്ഞിട്ടുണ്ടാവും. അതിന്റെ മൂഡ് ഓഫ് ആവും. സാരമില്ല, അതൊക്കെ അങ്ങ് മാറും. അതിനെന്തിനാ അപ്പ് മൂഡ് ഓഫ് ആവുന്നേ? ഞാൻ വെറുതെ പറഞ്ഞ. അപ്പൊ മാളുവിന്റെ എൻഗേജ്മെന്റ് ഉടനെ കാണുമായിരിക്കും അല്ലേ? മേ ബി. ഇനിയിപ്പോൾ അതൊന്നും വെച്ച് താമസിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ നിന്ന് പോയാളല്ലോ തിരിച്ചു വന്നപ്പോ. ആ പയ്യൻ കാര്യമായിട്ട് ഇംപ്രസ് ചെയ്ത മട്ടുണ്ടല്ലോ. ആ, അങ്ങനെ പറഞ്ഞാലും തെറ്റില്ല. ഹീസ് ഡെയറിംഗ്ലി സ്മാർട്ട്. പോയി വേഷം മാറി വാ, ഞാൻ കഴിക്കാനെങ്കിലും എടുക്കാം.
അപ്പൂൻ്റെ അടുത്തായിരുന്നോ? അപ്പു കഴിച്ചില്ലേ? ഞാൻ ചോദിച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. VP സംസാരിച്ചില്ലേ അവളോട്? ഇല്ല, എന്തോ ആലോചനയില്ല. ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വിചാരിച്ചു. ഗീത, കിടക്കുന്നതിന് മുമ്പ് ഫ്രണ്ട് ഡോർ ലോക്ക് ചെയ്ത് താക്കോൽ നമ്മുടെ മുറിയിൽ വെച്ചേക്ക്. മറക്കണ്ട. ഹലോ അപ്പു, ആ ഉറങ്ങിയില്ലേ? ഞാൻ കരുതി നീ ഉറങ്ങി കാണുമെന്ന്. എനിക്ക് ഉറക്കം വരുന്നില്ല അപ്പു. അതെന്താ? സുഖമായിട്ട് സ്വപ്നം കണ്ട് ഉറങ്ങാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ആണല്ലോ ഇന്നവിടെ നടന്നത്. എന്തായി അരുൺ പാക്കറിന്റെ പ്രപ്പോസൽ? അങ്കിളും ആന്റിയും പച്ചക്കൊടി വീശിയോ? എനിക്കറിയില്ല അപ്പു. എന്നോടാരും അതേക്കുറിച്ചൊന്നും പറഞ്ഞില്ല. പറഞ്ഞ എന്താ നിന്റെ തീരുമാനം? നിനക്ക് സമ്മതമാണോ? അതാ എനിക്കറിയേണ്ടത്. എനിക്കറിയില്ല. നിന്റെ ഇഷ്ടം പോലെ ചെയ്യ. എന്നെ ഓർത്ത് വേണ്ടെന്ന് വെക്കണ്ട. ഞാൻ അങ്ങനെ പോയാ നീ തനിച്ചാവില്ലേ? നീ എന്ത് ചെയ്യും? നിന്റെ ചോയ്സ് നീ തിരഞ്ഞെടുക്കുമ്പോ ഞാനും അങ്ങനെ തന്നെ വേണമല്ലോ. എന്തെങ്കിലും ചെയ്യണം, അല്ലാതെ പറ്റില്ലല്ലോ. ആദ്യമായിട്ടാണ് അപ്പുവും മാളുവും തനിച്ചുറങ്ങുന്നത് അല്ലേ? ഉറങ്ങിക്കോ. ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ്. ഗുഡ് മോർണിംഗ് മാളൂസേ. ഗുഡ് മോർണിംഗ് അങ്കിൾ. അപ്പ അവിടെ റൂമിലാണോ? ആണെന്ന് തോന്നുന്നു. ഞാനൊന്ന് കണ്ടിട്ട് വരട്ടെ. ആ അവിടെ നിൽക്ക്, അവിടെ നിൽക്ക്. എന്താ അങ്കിൾ? കോളേജിൽ സീനിയറായിട്ട് പഠിക്കുന്ന അരുൺ ഭാസ്കറിനെ കുറിച്ച് എന്താണ് നിന്റെ അഭിപ്രായം? ആഹാ, ഇതൊരു കല്യാണ പെണ്ണോ? കേട്ടോ ഗീതേ, നമ്മുടെയൊക്കെ മുന്നിൽ മിണ്ടാപ്പൂച്ച കളിച്ച് നടന്നിട്ട് ദേ ഇവിടെ ഒരാൾ നിൽക്കുന്ന നിൽപ്പ് കണ്ടോ? കണ്ണടച്ച് പാല് കുടിച്ചാ ഞങ്ങളാരും അറിയില്ലെന്ന് കരുതിയോ കോന്താരി? അല്ല, ഒരു സംശയം. ഈ രഹസ്യ ഓപ്പറേഷനിൽ ഇവിടുത്തെ അപ്പുമാടത്തിന് എന്താണാവോ റോള്? ഒരു മീഡിയേറ്ററിന്റെയോ അതോ ലോക്കൽ സപ്പോർട്ടോ? എന്താ ഞങ്ങളാരും ഒന്നും അറിയില്ലെന്ന് വിചാരിച്ചോ? ആന്റി, നിങ്ങളാരും കരുതുന്ന പോലൊന്നും അല്ല. ഞാൻ അറിഞ്ഞ കാര്യങ്ങളല്ല ഇതൊന്നും. അത് വെറുതെ. പിന്നെ ഇങ്ങനെ ഒരു പ്രപ്പോസലായിട്ട് അവിടെ വരാൻ ആ പയ്യനെന്താ വല്ല സ്വപ്ന ദർശനവും കിട്ടിയോ? ആ, കൂട്ടുപ്രതി വന്നല്ലോ. അതെ, രണ്ടുപേരോടും കൂടി പറയാ. ഇനി രഹസ്യമായ വലിയ പ്ലാനിംഗ് ഒന്നും വേണ്ട. സംഗതി പൊളിഞ്ഞ സ്ഥിതിക്ക് ഇനി കാര്യങ്ങളെല്ലാം ഞങ്ങൾ വീട്ടുകാരായിട്ട് പ്ലാൻ ചെയ്തോളാം. അതെ, ഒരു സംശയം. ഇതുപോലെ പ്രപ്പോസലായിട്ട് ഇവിടെ ആരെങ്കിലും കയറി വരുമോ? അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നേരത്തെ പറയണേ. സമയത്തോളം ഞെട്ടൽ ഒഴിവാക്കാമല്ലോ. നീ വാ. ബൈ. ബൈ. അതെ, രണ്ടുപേരും കൂടെ എങ്ങോട്ടാ? ഇവക്ക് പാർലറിൽ പോണം, എനിക്ക് ജിമ്മിലും. അതെ അപ്പുകളി, ജിമ്മിൽ വർക്കൗട്ട് ചെയ്ത് സമയം കളയാതെ ഇവളുടെ കൂടെ പാർലറിൽ പോയി സുന്ദരിയാകാൻ നോക്കിയാട്ടെ.
ഏതെങ്കിലും ഒരു സുന്ദര കുട്ടപ്പൻ ഞങ്ങളെ ഒന്ന് അന്വേഷിച്ച് വന്നോട്ടെ. വാ, ആ ഗേറ്റും തുറക്ക്. ആ മാളുസേ, അരുൺ ഭാസ്കറിനെ ഞാൻ ഇന്നലെ കണ്ടിരുന്നു. ആള് മിടുക്കനാ, ഈ സ്മാർട്ട് ആൻഡ് സിൻസിയർ. എനിക്ക് അയാളെ നല്ലതുപോലെ ബോധിച്ചു. കോഴ്സ് കഴിഞ്ഞാൽ ഉടനെ കല്യാണം ഉണ്ടാവും. അതുവരെ കാത്തിരിക്കാനുള്ള ക്ഷമ അയാൾക്കും അയാളുടെ വീട്ടുകാർക്കും ഉണ്ടായാൽ മതിയായിരുന്നു. മതി അവളെ കളിയാക്കിയത്. നിങ്ങൾ പോയിട്ട് വാ കുട്ടികളെ. ആൺ പിറന്നോൾ VP കഴിക്കാൻ എടുത്തു വെച്ചു. ദേ വരുന്നു. സമയമായല്ലോ. ഇന്നെന്താ ക്ലാസ്സിന് പോകുന്നില്ലേ? ഇല്ല, ഇന്നത്തെ ക്ലാസ് ക്യാൻസൽ ചെയ്തു. ഒരു മൂഡില്ല. അവള് കഴിച്ചിട്ടാണോ പോയത്? ആ, ഉം. അല്ല, ഞാൻ ആലോചിക്കുകയായിരുന്നു. മാളൂന് ഇങ്ങനെ ഒരു ആലോചന വന്നു മുരളി വന്ന് പറഞ്ഞപ്പോ എന്തൊരു ബഹളമായിരുന്നു ഇവിടെ ഒരാൾക്ക്. മുരളി അശ്വതി മണ്ടത്തരമാണ് കാണിക്കുന്നത്. മാളൂന്റെ ഫ്യൂച്ചർ ഇല്ലാതാകും എന്നൊക്കെ വേവലാതിപ്പെട്ട ആള് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ മലക്കമറിയെന്ന് ഞാൻ കരുതിയില്ല. എന്താ ഇത്ര പെട്ടെന്നൊരു മനംമാറ്റത്തിന് കാരണം? ആ പയ്യൻ അത്രയ്ക്കങ്ങ് ഇംപ്രസ് ചെയ്തു എന്ന് മാത്രമാകില്ലെന്ന് എനിക്കറിയാം. അത് മാത്രമല്ല കാരണം തന്നെ വെച്ചോളൂ. എങ്കിൽ പറ, ഞാനും കൂടെ അറിയട്ടെ. ഇതാ, ഞാൻ എന്തുകൊണ്ട് മുരളിയുടെ തീരുമാനത്തിന് അനുകൂലമായൊരു നിലപാടെടുത്തു എന്ന് തനിക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അന്നത്തെ ആ ഇഷ്യൂവിന് ശേഷം മുരളിയുടെയും അശ്വതിയുടെയും നമ്മളോടുള്ള പെരുമാറ്റം നമുക്കറിയാലോ. പ്രകടമായി കാണിച്ചില്ലെങ്കിലും നമ്മളുമായുള്ള അടുപ്പത്തിന് ഒരു ലിമിറ്റ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതെ, അത് നമുക്ക് ബോധ്യമായതാണല്ലോ. പക്ഷെ അതിന്റെ ബേസിക് പ്രശ്നം അപ്പും മാളുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ്. ശരിയാ, തെറ്റ് നമ്മുടെ ഭാഗത്തും ഉണ്ട്. അപ്പൂന് നമ്മൾ കുറച്ച് കൂടുതൽ ഫ്രീഡം കൊടുത്തുപോയി. നോ, അതൊരിക്കലും ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കുട്ടികൾ വളരേണ്ടത് അവരുടെ ഇഷ്ടത്തിനാ, അല്ലാതെ മറ്റുള്ളവരുടെ ഇഷ്ടം നോക്കിയല്ല. ഞാൻ പറഞ്ഞു വന്നത്, കോളേജിലെ ആ ഇഷ്യൂവിന് മുമ്പ് വരെ പിള്ളേരുടെ ഫ്രണ്ട്ഷിപ്പിൽ അവർ ഹാപ്പി ആയിരുന്നു. അല്ലെങ്കിൽ അതേക്കുറിച്ച് അവർ ബോധേഡായിരുന്നില്ല. പക്ഷെ ആ സംഭവത്തിന് ശേഷം ഈ കൂട്ടുകെട്ട് ഒരു ബാധ്യതയാവുമെന്ന് അവർ പേടിക്കുന്നുണ്ട് ഗീത. ഒരു പരിധിവരെ അവരതിൽ കുറ്റം പറയാനും പറ്റില്ല. നമ്മളോടുള്ള അടുപ്പവും സ്നേഹവും കാരണം അവർക്കത് തുറന്നു പറയാനും പറ്റുന്നില്ല. എന്നാൽ അവരുടെ ആശങ്ക നമ്മളെ ഈ അകൽച്ച കൊണ്ട് അറിയിക്കുകയും വേണം. ഇനിയും നമ്മളത് മനസ്സിലാക്കിയില്ലെങ്കിൽ അത് രണ്ട് കുടുംബങ്ങളെയും ബാധിക്കും. ആക്ച്വലി ഇപ്പോൾ വന്ന ഈ പ്രപ്പോസൽ തിടുക്കപ്പെട്ട് അവരെ ഉറപ്പിക്കാൻ ശ്രമിക്കുന്നത് മാളുവിനെ അപ്പുവിൽ നിന്ന് അകറ്റാൻ കൂടിയാണ്. പരസ്പരാധികം ഹർട്ട് ചെയ്യാതെ വളരെ ഡിപ്ലോമാറ്റിക്കായി മുരളി അശ്വതി അതിന് ശ്രമിക്കുന്നു. നമ്മളും അതേപോലെ അതിന് സപ്പോർട്ട് ചെയ്യുന്നു. നമ്മൾ മുതിർന്നവർക്ക് ഇതൊക്കെ ഉൾക്കൊള്ളാനും അതനുസരിച്ച് കൈകാര്യം ചെയ്യാനൊക്കെ പറ്റിയേക്കും. അതുപോലല്ലല്ലോ കുട്ടികളുടെ കാര്യം. രണ്ടുപേർക്കും ഇപ്പോഴത്തെ ഈ നിയന്ത്രണം തന്നെ ഉൾക്കൊള്ളാനായിട്ടില്ല. അതൊന്നും നമ്മൾ ശ്രദ്ധിക്കണ്ട. പതുക്കെ പതുക്കെ ഒരു സാധാരണ ഫ്രണ്ട്ഷിപ്പിലേക്ക് അവരെ നമുക്ക് കൊണ്ടുവരണം. ഇപ്പൊ എന്താ അസാധാരണ ഫ്രണ്ട്ഷിപ്പ് അവര് തമ്മില്? അങ്ങനെയല്ല, രണ്ട് അയൽവാസികളുടെ മക്കൾ, അവർ തമ്മിലുള്ള സൗഹൃദം അത്രമാത്രം. എനിക്ക് തോന്നുന്നില്ല അതൊക്കെ നടക്കുന്നു. നടക്കും, നടത്തണം. അതിന് താൻ കൂടി ഒന്ന് മനസ്സ് വെക്കണം. മതിയാക്കിയോ? ആ മതി.
അത് പറ. എന്റെ പ്ലാൻ എന്താണെന്നുള്ളത് അവിടെ നിൽക്കട്ടെ. ആദ്യം നിന്റെ പ്ലാൻ എന്താണെന്നാ എനിക്കറിയേണ്ടത്. ആ അരുൺ ഭാസ്കറിന്റെ പ്രപ്പോസലുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ നിന്റെ ഉദ്ദേശം? എനിക്കറിയില്ല അപ്പു. അച്ഛനും അമ്മയൊക്കെ എന്തിനാണ് ഇപ്പൊ ഇതിൽ ഇത്ര ഇൻട്രസ്റ്റ് എടുക്കുന്നതെന്ന് സത്യമായിട്ട് എനിക്കറിയില്ല. അപ്പോ നിനക്ക് ഈ പ്രപ്പോസലിൽ ഇൻട്രസ്റ്റ് ഇല്ലെന്നാണോ? അതോ ഇപ്പൊ ഇൻട്രസ്റ്റ് ഇല്ലെന്നാണോ? ശരിയാ, നമ്മൾ വല്ലാതെ മാറിപ്പോയി മാളു. നമ്മൾ മാത്രമല്ല, നമ്മുടെ വീട്ടുകാരും. ഇതുവരെ എന്റെ വീട്, നിന്റെ വീട്, എന്റെ റൂം, നിന്റെ റൂം, അങ്ങനൊന്നും ഇല്ലായിരുന്നു നമുക്കിടയിൽ. എല്ലാം നമ്മുടേതായിരുന്നു. നമ്മുടെ വീടും നമ്മുടെ റൂമും നമ്മുടെ പേരൻസും ആയിരുന്നു. ഇപ്പൊ എല്ലാം നിന്റേതും എന്റേതുമായി, അല്ലേ മാണു? ഓർമ്മ വെച്ച നാൾ മുതൽ തമ്മിൽ പിരിഞ്ഞ് ജീവിച്ചിട്ടില്ല നമ്മൾ. ഞാൻ എന്താണെന്നും എന്റെ മനസ്സെന്താണെന്നും നിനക്ക് നന്നായിട്ടറിയാം. എന്തിനാ ഒരുമിച്ച് കിടന്നുറങ്ങണമെന്ന് ഞാൻ വാശി പിടിക്കുന്നതെന്ന് നിനക്കറിയോ? ഞാൻ എന്റെ മനസ്സ് പിടിച്ച കിട്ടാതെ പലപ്പോഴും പലതും ആലോചിച്ചു പോകുമ്പോ അറിയാതെ എങ്കിലും എല്ലാം ഒന്ന് അവസാനിപ്പിച്ചാലോ എന്ന് തോന്നും. അപ്പു, ആ തോന്നലിൽ നിന്ന് രക്ഷപ്പെടാൻ, ഒരു സെക്കൻഡ് കൊണ്ട് കുതറി മാറാൻ എനിക്ക് നീ അടുത്തുണ്ടായാൽ മതി. ഒന്ന് മുറുകെ പിടിച്ചാൽ മതി, ഞാൻ ഓക്കെ ആവും. ആ പ്രസൻസ് എനിക്ക് തരുന്നത് എത്രമാത്രം സേഫ്റ്റിയും കോൺഫിഡൻസും ആണെന്നറിയോ? എന്തു വന്നാലും, ആരൊക്കെ എന്നെ ഉപേക്ഷിച്ചു പോയാലും നീ കൂടെ ഉണ്ടാവുന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. ആണോ? ആ വിശ്വാസത്തിൽ എനിക്ക് ഇനിയും ജീവിക്കാമോ? നീ കൂടെ ഉണ്ടാവുമെന്ന ഉറപ്പിന്മേൽ തന്നെ എന്റെ ഐഡന്റിറ്റി എനിക്ക് എല്ലാവരോടും വെളിപ്പെടുത്താമോ? അതാ എനിക്ക് നിന്നിൽ നിന്ന് അറിയേണ്ടത്. അച്ഛനാ നമ്മളെ കാണഞ്ഞിട്ട് വിളിക്കുക. നേരെ ഒരുപാടായില്ലേ, നമുക്ക് പോവാ. അപ്പോ ഞാൻ ചോദിച്ചതിന് നീ ആൻസർ പറഞ്ഞില്ലല്ലോ. അത് നീ കഴിക്ക, നമുക്ക് പോവാം. അച്ഛാ പ്ലീസ്, എനിക്ക് പോണം. എനിക്ക് എന്റെ മാളൂനെ കാണണം. പ്ലീസ് അച്ഛാ. അപ്പോ നീ വെറുതെ വാശി പിടിക്കണ്ട. എനിക്ക് പോയേ പറ്റൂ. ഈ രാത്രി നീ ഇനി എങ്ങോട്ടും പോകുന്നില്ല. പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. എന്തുകൊണ്ടാ ഞാൻ അവിടെ പോണ്ടെന്ന് അച്ഛൻ പറയുന്നേ? എനിക്കറിയണം. ഞാനും മാളു എന്ത് ചെയ്തിട്ടാ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ? അപ്പോ ബി ക്വയറ്റ്. എന്താ ഇവിടെ? പോണ്ടെന്ന് പറഞ്ഞാ പോണ്ട. അതിലെന്തെങ്കിലും കാര്യമുണ്ടെന്ന് മാത്രം നീ മനസ്സിലാക്ക്. നോ, അതിലൊരു കാര്യമില്ല. നിങ്ങൾ എല്ലാരും കൂടി ചേർന്ന് എന്തൊക്കെയോ കാര്യവും കാരണവും കണ്ടുപിടിക്കുക. എനിക്കത് മനസ്സിലാവുന്നുണ്ട്. അപ്പോ ഒരു കാര്യമില്ലാത്ത കാര്യത്തിനാ അച്ഛൻ ഈ വാശി പിടിക്കുന്നേ. ഞാൻ മാളൂന്റെ അടുത്ത് പോയാലോ, അവൾ എന്റെ അടുത്ത് വന്നാലോ എന്താ കുഴപ്പം? എന്തിനാ അച്ഛൻ എന്നെ തടയുന്നേ? അപ്പോ റിലാക്സ് യുവർ സെൽഫ്. ഞാൻ പറയുന്നത് നീ ശാന്തമായ മനസ്സോടെ കേൾക്കാദ്യം. നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന്റെ ഇന്റൻസിറ്റിയും ഡെപ്തും ഒക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷെ എല്ലാവരും അങ്ങനെ ആയിക്കോളണമെന്നില്ലല്ലോ. ആരാ ഈ എല്ലാവരും? മുരളി ഞങ്ങളും ആന്റിയോ അതോ അമ്മയോ? പറ, ആർക്കാ മനസ്സിലാവാത്തെ? നോക്കപ്പോ, നീ ഇങ്ങനെ ഇമോഷണൽ ആയിട്ട് ഒരു കാര്യമില്ല. ഒരു കാര്യം വേണ്ടെന്ന് ഞാൻ നിന്നോട് പറയണമെങ്കിൽ അതിന്റെ പിന്നിൽ തക്കതായ ഒരു കാരണം ഉണ്ടാവുമെന്ന് നിനക്ക് ഊഹിച്ചൂടെ? പകല് മുഴുവൻ നിങ്ങൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്തില്ലേ? ഇനി രാത്രി കൂടി എന്തിനാ മാളുനെ ഡിസ്റ്റർബ് ചെയ്യുന്നത്? ഞാൻ ചെല്ലുന്നത് മാളൂനൊരു ഡിസ്റ്റർബൻസ് ആണ്. അവള് പറയില്ല. മാളു അങ്ങനെ പറയില്ലായിരിക്കും. പക്ഷെ അശ്വതിക്ക് മുരളിക്ക് അങ്ങനെ തോന്നിപ്പോവും. ഇതുവരെ അങ്ങനെ അവർക്ക് തോന്നിയിട്ടില്ല. ഇനി ഒട്ടും തോന്നുകയില്ല. അല്ലെങ്കിൽ അത് അങ്കിളും ആന്റി എന്നോട് നേരിട്ട് പറയട്ടെ, ഞാൻ വിശ്വസിക്കാം.
അപ്പോൾ പ്ലീസ് പറയുന്ന കേൾക്ക്. ഈ രാത്രി നീ എങ്ങോട്ടും പോകുന്നില്ല. ഞാൻ പോവും ഇന്നെന്നെ വിട്ടില്ലെങ്കിൽ. അപ്പോ നീപ്പി അവള് പൊയ്ക്കോട്ടെ. നീ അതിന്റെ പേരിൽ അച്ഛനും മോളും തമ്മിൽ ഒരു വഴക്ക് വേണ്ട പ്ലീസ്.